നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഭരണപക്ഷ MLA ആയ PV അൻവർ എന്ന നിലമ്പൂർ MLA കുടത്തിൽ നിന്നും തുറന്നുവിട്ട ചില ആരോപണങ്ങളുടെ ഭൂതങ്ങൾ കേരള രാഷ്ട്രീയ മണ്ഡലത്തെ ആകെ പിടിച്ചുലയ്ക്കുന്നത് തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ADGP MR അജിത് കുമാറിനെതിരെയുമാണ് PV അൻവർ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്ക് ഒന്നിനും തന്നെ മുഖ്യമന്ത്രി ഇതുവരെയും മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ അവസരങ്ങളിലെല്ലാം PV അൻവർ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സർക്കാരിനെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും അജിത് കുമാറിന് കീഴിലുള്ള ചില IPS ഉദ്യോഗസ്ഥരെയുമെല്ലാം PV അൻവർ അതിനിശിതമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരുന്നത്. അതായത് പിണറായി വിജയന്റെ പോലീസ് കള്ളക്കടത്തിനും കരിഞ്ചന്തയ്ക്കും കൂട്ടുനിൽക്കുന്നു, കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിനും പോലീസ് കൂട്ടുനിൽക്കുന്നു, ലഹരി മാഫിയയ്ക്ക് കുടചൂടി നിൽക്കുന്നു എന്നൊക്കെയുള്ള അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് ADGP MR അജിത് കുമാറിനെതിരെയും അജിത് കുമാറിന്റെ കീഴിലുള്ള ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും PV അൻവർ തുറന്നടിച്ചത്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രി കണക്കിലെടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും PV അൻവർ ഇത് എഴുതി കൊടുത്തിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രി ഇതിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കോപാകുലനാക്കി. എന്നാൽ മലപ്പുറം ജില്ലയിലെ DYSPമാർ അടക്കം 8 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. PV അൻവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന്മേലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ സസ്പെൻഡ് ചെയ്യൽ എന്നാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത്. ഇതിനുശേഷവും PV അൻവർ ഓരോ ദിവസവും ഓരോരോ പുതിയ ആരോപണങ്ങളുമായി മാധ്യമങ്ങളിൽ വന്ന് നിറയുകയായിരുന്നു. ഇതിനെല്ലാം ഇന്നലെ അക്കമിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. PV അൻവറിന് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമില്ല, കോൺഗ്രസിൽ നിന്നും വന്നയാളാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കമോ നടപടിക്രമങ്ങളോ PV അൻവറിന് അറിയില്ല. PV അൻവറിന് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ അത് പാർട്ടിക്ക് ആദ്യമേ രേഖാമൂലം സമർപ്പിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയായ എനിക്ക് നൽകണം. ഇതൊന്നും ചെയ്യാതെ PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് തുറന്നടിച്ചത് ഒരു കാരണവശാലും ഭരണപക്ഷ രീതികൾക്ക് നിരക്കുന്നതല്ല, LDFന്റെ രീതികൾക്ക് നിരക്കുന്നതല്ല. ഇതുകൊണ്ട് തന്നെ PV അൻവറിനെ ഒരു കാരണവശാലും താൻ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തുറന്നടിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും പരാതി എഴുതി കൊണ്ടുവന്നു തന്നാൽ അതിന് നടപടിയെടുക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ആളല്ല ആഭ്യന്തര വകുപ്പും ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നു എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെല്ലാം അതിനുവേണ്ടി ഇരിക്കുന്നവരല്ല എന്നാണ് മുഖ്യമന്ത്രി തുറന്നടിച്ചത്. അതായത് മറുനാടൻ മലയാളിയെ അറസ്റ്റ് ചെയ്തില്ല, ADGP MR അജിത് കുമാറിനെതിരെ കൊടുത്ത ആരോപണങ്ങൾക്ക് നടപടി ഉണ്ടായില്ല എന്നൊക്കെ PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞതിന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി മറുപടി കൊടുക്കുകയായിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മേൽ ഒരു കാരണവശാലും ആരെഴുതി കൊടുത്താലും അതിനൊരു നടപടി എടുക്കാൻ സാധിക്കില്ല. നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ആഭ്യന്തര വകുപ്പിനോ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും വ്യക്തികളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിവിട്ട് സഞ്ചരിക്കുന്ന സ്വഭാവമല്ല CPMനുള്ളത്, മുഖ്യമന്ത്രിക്കുള്ളത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ളത്, ആഭ്യന്തര വകുപ്പിനുള്ളത് എന്നെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ PV അൻവറിന്റെ മുഖമടച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ കൊടുത്തത്. ഇതിൽ കുപിതനായിട്ടെന്ന വണ്ണം തന്നെയാണ് PV അൻവർ പിന്നീട് മാധ്യമ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് വരെ ഇത്തരം കള്ളക്കടത്തിൽ, അതായത് കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിന്റെ പങ്ക് പോലും P ശശിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ തനിക്കുള്ളത്. അതുകൊണ്ടാണ് താൻ കൊടുത്ത പരാതികളൊന്നും അന്വേഷിക്കപ്പെടാതെ പോകുന്നത് എന്നാണ് PV അൻവർ ആരോപിച്ചത്. അതായത് PV അൻവർ ഇനി CPMന്റെ ഭാഗമായുള്ള ഈ ഭരണകക്ഷിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഒരു വേള PV അൻവർ MLA സ്ഥാനം രാജിവെച്ചേക്കാം. എന്നാൽ രാജിവെച്ച് പുറത്തു പോകുന്നതിന് മുമ്പ് CPMനെ പരിപൂർണമായി തന്നെ അടിച്ച് നിലംപരിശാക്കിയിട്ട് പുറത്തു പോകാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് PV അൻവർ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വീണ്ടും വെട്ടിലാക്കുകയും അതുവഴി മുഖ്യമന്ത്രിയെ കൂടുതൽ അവതാളത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് PV അൻവർ മുന്നോട്ട് വന്നതും പത്രസമ്മേളനം വിളിച്ചതും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് താൻ പത്രസമ്മേളനത്തിലൂടെയും മുഖ്യമന്ത്രിക്കും നേരിട്ട് പാർട്ടി സെക്രട്ടറിക്കും നേരിട്ട് എഴുതി കൊടുത്ത പരാതിയിന്മേൽ ഒന്നിനു പോലും മുഖ്യമന്ത്രി നടപടിയെടുക്കുന്നില്ല. ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ
പിണറായി വിജയൻ തൽസ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്നു മാത്രമല്ല അവരെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം PV അൻവറിന്റെ നിറുകിലേൽപ്പിച്ച ഒരു കനത്ത പ്രഹരം തന്നെയായിരുന്നു. ഇതിൽ കുപിതനായിട്ടെന്ന വണ്ണം തന്നെയാണ് PV അൻവർ ചില കാര്യങ്ങൾ കൂടി എനിക്ക് തുറന്നു പറയാനുണ്ട് എന്ന മട്ടിൽ തന്നെയാണ് മാധ്യമ സമ്മേളനം വിളിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ പേരിലാണ് തൻ്റെ വശങ്ങൾ അല്ലെങ്കിൽ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അത് താൻ മനസ്സിലാക്കിക്കും എന്ന രീതിയിൽ തന്നെയാണ് PV അൻവർ തുറന്നടിച്ചത്. എന്നാൽ ഭരണപക്ഷത്തോടു കൂടി ചേർന്ന് നിൽക്കാനുള്ള PV അൻവറിന്റെ അവസാനവട്ട ശ്രമമാണിതെന്നും ഇതിനി ഒരു കാരണവശാലും CPM-ൽ നടക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നടക്കില്ല, PV അൻവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടർന്ന് പറയുവാനാണ് താല്പര്യം കാണിക്കുന്നതെങ്കിൽ എനിക്കും ചിലത് തുറന്ന് പറയാനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി PV അൻവറിന് ഒരു താക്കീതായി തന്നെ പറഞ്ഞത്. അതായത് ഓരോരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായി ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് വിളിച്ചു പറയാനാണ് PV അൻവറിന്റെ ഉദ്ദേശമെങ്കിൽ ഞാനും ചില കാര്യങ്ങൾ തുറന്ന് പറയും എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുമ്പോൾ അത് PV അൻവറിന്റെ നേർക്കുള്ള വെല്ലുവിളി തന്നെയാണ്, താക്കീതാണ്. ഇനിയും PV അൻവർ ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയും, ആ തുറന്നു പറച്ചിലിൽ PV അൻവറിന്റെ വായടയും അല്ലെങ്കിൽ ഞാനത് അടപ്പിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് PV അൻവറിന് വെല്ലുവിളിക്കുന്ന രീതിയിലോ താക്കീത് കൊടുക്കുന്ന രീതിയിലോ തന്നെ മുഖ്യമന്ത്രി അത്തരത്തിൽ സംസാരിച്ചത്. മാത്രമല്ല PV അൻവറിനെതിരെ ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പിണറായി വിജയൻ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ PV അൻവറിന് വട്ടമിട്ടു പറക്കാൻ എത്തുന്നു എന്നുള്ള സൂചന കൂടി തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. അതായത് സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധമുള്ള, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധമുള്ള ചില ആളുകളാണ് ഇതിന് പുറകിൽ എന്നാണ് എടുത്തു പറഞ്ഞത്. അതായത് PV അൻവറിന്റെ പേരെടുത്ത് പറയാതെ ADGPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നതിന് വേണ്ടി സുഗമമായ മാർഗങ്ങൾ ഇപ്പോൾ കോഴിക്കോടും മലപ്പുറത്തും ഇല്ലാതായി തീർന്നിരിക്കുന്നു. അതിന് നേതൃത്വം വഹിച്ചത് ADGP MR അജിത് കുമാറാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ PV അൻവറെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെയും ADGPക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും പടയൊരുക്കം നടത്തുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത്. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് PV അൻവർ ആണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി പേരെടുത്ത് പറഞ്ഞില്ല. എന്നാൽ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. PV അൻവർ ആണോ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് പിന്നിലുള്ളത് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതായത് PV അൻവർ ആണോ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് പിന്നിലുള്ളത് എന്ന ചോദ്യത്തിന് PV അൻവർ അല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. PV അൻവർ ആണോ എന്ന ചോദ്യത്തിന് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതായത് PV അൻവർ തന്നെയാണ് ഇതിന് പുറകിലുള്ളത് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്നുള്ള മറുപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്യവിരുദ്ധ ശക്തികളായ ഭീകരവാദികളുമായി ചില സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി PV അൻവറിന് ബന്ധമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്കും DGPക്കും എഴുതി തയ്യാറാക്കിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ PV അൻവറിനെ ലക്ഷ്യമിട്ട് വരുന്നു. തീർച്ചയായും NIA പോലുള്ള അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് PV അൻവർ വിധേയനാകേണ്ടി വരും എന്നുള്ള സൂചന തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ PV അൻവറിന് കൊടുത്തത്. അതായത് ഇനിയും ഇതുപോലുള്ള വിടുവായ്ത്തരങ്ങൾ പറയുവാനാണ് PV അൻവറിന് താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ PV അൻവർ അത് തന്നെയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഞാനും ചിലത് തുറന്നു പറയും, മാത്രമല്ല ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ചില വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നെ പൂട്ടും അൻവറെ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇത് കൃത്യമായി തന്നെ കേരള സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ എടുത്തു പറഞ്ഞത്. അതായത് PV അൻവർ ഇനിയും ഭരണപക്ഷത്തിന് നേരെ ഇത്തരത്തിൽ ഓരോരോ ആരോപണങ്ങളുമായി വരികയാണെങ്കിൽ ഞാനും ചിലത് പറയും, ഞാൻ ചില നടപടികൾ കൈക്കൊള്ളും, അതിൽ PV അൻവർ വീഴും അല്ലെങ്കിൽ PV അൻവറിനെ പൂട്ടും എന്നുള്ള വ്യക്തമായ നിർദ്ദേശം തന്നെയാണ്, താക്കീത് തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെ എനിക്ക് നന്നായി അറിയാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ശശിയെ ഒരു കാരണവശാലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റില്ല. ADGPയെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം വരുന്ന മുറയ്ക്ക് നിയമ നടപടികൾ ആവശ്യമാണ് എന്ന് കണ്ടാൽ സ്വീകരിക്കാം എന്നാണ് മുഖ്യമന്ത്രി LDF യോഗത്തിലും പറഞ്ഞത്.
PV അൻവറിനുള്ള മറുപടിയും ഇതുതന്നെയാണ് കൊടുത്തത്. അതായത് മുഖ്യമന്ത്രി ദൃഢനിശ്ചയത്തോടു കൂടി കളിക്കാൻ കളത്തിലിറങ്ങിയിരിക്കുന്നു. കളിക്കളത്തിൽ പിണറായി വിജയന് നേരെ നിന്ന് കളിക്കാൻ PV അൻവറിന് തണ്ടലുണ്ടെങ്കിൽ, നട്ടലിന് ഉറപ്പുമുണ്ടെങ്കിൽ വരാം, തീർച്ചയായും ഞാൻ നേർക്ക് നേരെ നിന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ PV അൻവറിനോട് ചില താക്കീതുകൾ നടത്തിയത്. ഏതായാലും ഇനി വരും കാലങ്ങളിൽ PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും ഇനിയും ഗുരുതരമായ ആരോപണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉന്നയിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ PV അൻവറിനെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെയുള്ള ഏജൻസികൾ എത്തി ചോദ്യം ചെയ്യും. ഞാൻ PV അൻവറിനെ പൂട്ടിയിരിക്കും, എൻ്റെ കയ്യിൽ അതിന് മതിയായ കോപ്പുകളുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പിണറായി വിജയൻ സംസാരിച്ചത്. എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ PV അൻവറിനെ സംബന്ധിച്ച ചില രേഖകൾ പിണറായി വിജയന്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. ADGP MR അജിത് കുമാറിൽ നിന്നും മറ്റ് ഏതോ സ്രോതസ്സുകളിൽ നിന്നും പിണറായി വിജയൻ അത് കരസ്ഥമാക്കിയിരിക്കുന്നു. PV അൻവർ ഇനിയും ആവശ്യമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുകയാണെങ്കിൽ, PV അൻവറിന്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെയോ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയോ ഏതെങ്കിലും തരത്തിൽ വിപരീതമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമോ സംസാരമോ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനി അധിക നാൾ വച്ച് പൊറുപ്പിക്കുന്ന വിഷയമില്ല. ഞാൻ തീർച്ചയായും കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള സന്ദേശം തന്നെയാണ് PV അൻവറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. ഇനിയും അൻവർ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വന്നാൽ ഞാൻ പൂട്ടിക്കെട്ടി വീട്ടിലിരുത്തും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനി നമുക്ക് വരും കാലങ്ങളിൽ കണ്ടറിയാം, കാത്തിരിക്കാം.